കുട്ടീസ്, വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ, അരുണ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മക്കളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഓഗസ്റ്റ് 15 1947 ഇന്ത്യ എന്നുള്ള രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നത്. അതിനു മുന്നേ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ഭരണത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് ചെയ്യാണ്, സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പൊ ഇന്ത്യക്ക് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ദേശീയ പതാകയുണ്ട്, ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്, ഇന്ത്യയുടെ നാഷണൽ ആയിട്ടുള്ള കുറേ സിംബൽസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂട്ടുകാർക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും വേണം. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് പറയുന്നത് ട്രൈ കളർ ഓർ ത്രിരംഗ പതാകയാണ് അല്ലെ. 3 കളറുകളാണ് ഇതിനകത്തുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കുങ്കുമനിറം കാണാൻ വേണ്ടി സാധിക്കും, മധ്യത്തിലായിട്ട് വൈറ്റ് ആണുള്ളത്, അതേപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഗ്രീൻ കളർ കാണാം. മാത്രമല്ല നടുവിലായിട്ട് നിങ്ങൾക്ക് എന്തും കാണാം, അശോക ചക്രവും കാണാം. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനം നിങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ കേൾക്കാറുണ്ട്. ജനഗണമന എന്നുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ആരാണെന്ന് പറയാമോ മക്കൾക്ക്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ നോബൽ പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദേശീയ ഗാനം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ദേശീയ ഗീതം, ഇന്ത്യക്കൊരു ദേശീയ ഗീതമുണ്ട്. വന്ദേ മാതരം എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ദേശീയ ഗീതം. ഇത് എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ നാഷണൽ ആനിമൽ ആണ്. ബംഗാൾ ടൈഗർ ആണ് ഇന്ത്യയുടെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത്, ദേശീയ മൃഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ചോദിക്കാറുണ്ട്. ഫീൽഡ് ഹോക്കിയാണ് ദേശീയ കായിക വിനോദം. ഹോക്കിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോക്കി അറിയുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 2 വ്യക്തികളുടെ പേരും കൂടെ ടീച്ചർ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ വ്യക്തി ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദ് ആണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഹോക്കിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു മലയാളിയുണ്ട്, PR ശ്രീജേഷ് എന്നുള്ളൊരു പേരാണ് അദ്ദേഹത്തിൻ്റെത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ലോട്ടസ് ആണ്. ഏതാണ്? താമരയാണ്. അപ്പൊ നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഇപ്പൊ പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കേരളയും പഠിക്കാനുണ്ട്. അപ്പൊ നാഷണൽ ഫ്ലവർ ഏതാണ്? ലോട്ടസ് ആണ്, താമരയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. നാഷണൽ റിവർ അതായത് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണെന്ന് ഓർക്കുക. നാഷണൽ കറൻസി ഇന്ത്യൻ റുപ്പിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഓരോ കറൻസികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇന്ത്യയുടേത് ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയാണ്. അപ്പൊ അമേരിക്ക നോക്കുമ്പോൾ അല്ലേ നിങ്ങൾക്ക് ഡോളർ കാണാം. ഓരോ രാജ്യങ്ങളും വേറെ വേറെ തരത്തിലുള്ളത്, പൗണ്ട് ഉണ്ട്, യുവാൻ ഉണ്ട്, ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഏതാണ്? ഇന്ത്യൻ റുപ്പിയാണ് എന്നുള്ളത് തിരിച്ചറിയുക. നാഷണൽ ട്രീ ഏതാണ്? ആൽമരമാണ്, ബനിയൻ ട്രീ ആണ്. പിന്നീട് നാഷണൽ ബേർഡിലേക്ക് നമ്മൾ പോകുമ്പോൾ പീക്കോക്ക്, മയിലാണ് നാഷണൽ ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം, ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ പുഷ്പം, ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കൂട്ടുകാർക്ക് ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മിടുക്കന്മാരും മിടുക്കി കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ എത്ര എണ്ണം, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർക്ക് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങളും കൂടെ വരും ദിവസങ്ങളിൽ പഠിക്കും. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവണം. വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം സൈലത്തിനോടൊപ്പം. ഓൾ ദി വെരി ബെസ്റ്റ്.